പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിക്കുമെന്ന്. അതിൻ്റെ ആദ്യ ചുവടുപടിയായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് ഒക്ടോബർ മാസം 22 മുതൽ 24 വരെ മോദിയും പുടിനും തമ്മിൽ കണ്ടുമുട്ടും, സംസാരിക്കും. കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ പുടിനെ മോദി ക്ഷണിക്കുകയും ആ ക്ഷണം പുടിൻ സമ്മതിക്കുകയുമായിരുന്നു. നിലവിൽ റഷ്യയാണ് ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷ പദവിയിൽ ഉള്ളത്. ഏതായാലും ഇതിലുള്ള മറ്റ് രാജ്യങ്ങൾ ഇറാൻ, സൗദി, UAE, ചൈന, ദക്ഷിണാഫ്രിക്ക, റഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ ഉള്ള മറ്റ് രാജ്യങ്ങൾ. ഇതിൽ പ്രധാനമായി ഉയരുന്ന അല്ലെങ്കിൽ അതിൽ തീരുമാനം എത്തുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഈ വെടിനിർത്തലിലേക്കുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം സമാധാന ഉച്ചകോടിക്ക് മുമ്പ് ഉക്രൈനും റഷ്യയും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നതും അതിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതും ഇന്ത്യയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും പുടിനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ വലിയ വാർത്തയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മോദിയും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വിവരങ്ങൾ റഷ്യ വാർത്താ ഏജൻസിയായ ടാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.